നമസ്തേ. ഇന്ന് പത്രങ്ങളിൽ ഒരു സുപ്രധാന വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, മണിപ്പൂരിലെ കലാപത്തിന് വഴിതെളിച്ച ഉത്തരവ് മണിപ്പൂർ ഹൈക്കോടതി തിരുത്തിയിരിക്കുന്നു. ആ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നു. ഇതാണ് വാർത്ത. ഈ രീതിയിലാണ്, ഇതാണ് വാർത്തയ്ക്ക് നൽകുന്ന ഹെഡിങ്. മണിപ്പൂരിലെ കലാപത്തിന് വഴിതെളിച്ച ഉത്തരവ്. നോക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ ഈ വാർത്തയുടെ ഹെഡിങ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് പക്ഷെ അവരറിയാതെ വന്നു ചേർന്ന ഒരു സത്യമാണ്, നമ്മുടെ മുന്നിലേക്ക് വന്നു ചേർന്ന ഒരു സത്യമാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം മണിപ്പൂരിൽ BJPക്കാർ അല്ലെങ്കിൽ സംഘപരിവാറുകാർ വംശഹത്യ ചെയ്യുന്നു. ഇതായിരുന്നല്ലോ ഇതുവരെയുള്ള വാർത്ത. എന്തെല്ലാം പ്രചാരണങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ച രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ സഭക്കാരും അതുപോലെ മറ്റ് കുൽസിത ചിന്തകരും എല്ലാവരും ചെയ്ത് ഒരേ ഒരു കാര്യമുണ്ട്. ഒരേ മണിപ്പൂരിൽ സംഘപരിവാർ വംശഹത്യ ചെയ്യുന്നു, ക്രിസ്ത്യാനികളെല്ലാം കൊന്നൊടുക്കുന്നു, മണിപ്പൂർ മറക്കരുത്. ഇതായിരുന്നല്ലോ കുറേ നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പ്രചണ്ഡ പ്രചാരണങ്ങൾ. അന്നേ ആൾക്കാർ പറയുന്നത് ഇതൊരു കോടതി ഉത്തരവ്, അതായത് മെയ്ത്തികളെ കൂടി ST വിഭാഗത്തിൽ പെടുത്തുന്നതിനെക്കുറിച്ച് മണിപ്പൂർ സർക്കാർ ആലോചിക്കണം എന്ന് ഒരു ഉത്തരവ് വഴി മണിപ്പൂർ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആലോചിക്കണം, പരിഗണിക്കണം എന്ന് മാത്രമാണ് കോടതി പറഞ്ഞത്. അല്ലാതെ അവരെ ഉൾപ്പെടുത്തണം, അവരെ ST ആക്കണം എന്നൊന്നുമല്ല. ആ കാര്യം ആലോചിക്കണം. അപ്പോഴത്തേക്ക് മണിപ്പൂരിൽ കലാപമായി. കുക്കികൾക്കായിരുന്നു ഇതുവരെ ST സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കുക്കികൾ അവിടെ ഈ മലമ്പ്രദേശത്ത് ജീവിക്കുന്നവരാണ്, ഹില്ലി ഏരിയയിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് മാത്രമാണ് ഇതുവരെ ഈ ട്രൈബൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം മെയ്ത്തികൾക്കും കൂടെ ആ സ്റ്റാറ്റസ് കൊടുക്കണം. ആ സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും അവർക്ക് പല ആനുകൂല്യങ്ങളും കിട്ടും. നമുക്കറിയാമല്ലോ, SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട്. ജോലി സംവരണത്തിലും വിദ്യാഭ്യാസത്തിലും മറ്റും ഈ ആനുകൂല്യങ്ങൾ മെയ്ത്തിക്കാർക്കൂടെ കിട്ടും എന്ന് വന്നപ്പോൾ അനർഹമായി, അതായത് താഴ്വരകളിലാണ് മെയ്ത്തികൾ താമസിക്കുന്നത്. താഴ്വരകളിൽ താമസിക്കുന്ന മെയ്ത്തികൾക്ക് എന്തിനത് കൊടുക്കണം? കുക്കികൾ സമരമായി, കലാപമായി, അവർ മെയ്ത്തികളെ ആക്രമിക്കാൻ തുടങ്ങി, പരസ്പരം ആക്രമണമായി. അങ്ങനെ അതൊരു വലിയ കലാപത്തിലേക്കും പരസ്പരം കൊല ചെയ്യുന്നതിലേക്കും നീങ്ങി. പോലീസിനോ അതുപോലുള്ള നിയമപാലന സംവിധാനങ്ങൾക്കോ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഇതാണ് മണിപ്പൂരിലുണ്ടായത്. പക്ഷെ കുക്കികൾ ഭൂരിപക്ഷം ആൾക്കാരും ക്രിസ്ത്യാനികളായിരുന്നു. മെയ്ത്തികളിൽ കുറേ പേർ ക്രിസ്ത്യാനികളുണ്ട്, ബാക്കിയുള്ളവർ ഹിന്ദുക്കളുമായിരുന്നു. അപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ കലാപം എന്ന നിലയിൽ ഇതിനെ കണ്ട് പ്രചരിപ്പിക്കാനാണ് ഈ കുൽസിത ബുദ്ധികൾക്ക് തോന്നിയത്. അവർക്ക് അതിനകത്തൊന്ന് മുതലെടുക്കണം. ഇവിടെ നോക്കാം, പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂർ സന്ദർശിക്കുന്നില്ല? ഇവിടുന്ന് ഓരോ ഡെലിഗേഷൻസ്, ഓരോ രാഷ്ട്രീയ പാർട്ടികളും കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷേ അവിടെ തന്നെയുള്ള ഒരു ക്രിസ്ത്യൻ പുരോഹിതന്, ഒരു ബിഷപ്പ് പറഞ്ഞ് ഇത് അങ്ങനെ വർഗീയ കലാപമല്ല, ഇതിങ്ങനെ ഒരു ഉത്തരവിനെ തുടർന്ന് അതിനെതിരെയുള്ള പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടുണ്ടായ കലാപമാണ്, ഇതിനകത്ത് മതവിദ്വേഷമൊന്നുമില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പക്ഷെ അത് പറയുന്ന ആർക്കും അത് ഇഷ്ടമല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ദുഷ്പ്രചാരണങ്ങൾക്ക് സഹായമാകുന്ന ഒരു വെളിപ്പെടുത്തലല്ല ആ ബിഷപ്പ് നടത്തിയത്. അതുകൊണ്ട് ആ ബിഷപ്പിൻ്റെ വാക്കുകളെ അവരെല്ലാം അവഗണിച്ചു. പക്ഷേ ഇപ്പോൾ അതേ ആളുകൾ തന്നെ ഈ കലാപത്തെ ഊതിപ്പെരിപ്പിച്ച് പൊലിപ്പിച്ച അതേ ആൾക്കാർ തന്നെ മാധ്യമങ്ങൾ ഇന്ന് അവരുടെ മനസ്സറിയാതെ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. അതായത് മണിപ്പൂർ കലാപത്തിലേക്ക് വഴിവെച്ച ഹൈക്കോടതി ഉത്തരവ് തിരുത്തിയിരിക്കുന്നു. ഇതാണ് റിപ്പോർട്ട്. ഈ വിശേഷണം അവർ അറിയാതെ ചേർത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അറിഞ്ഞുകൊണ്ടായിരുന്നെങ്കിൽ അവർ ചേർക്കത്തില്ല.
മണിപ്പൂർ കലാപത്തിലേക്ക് വഴിവെച്ച ഉത്തരവ്. അപ്പോൾ അവർക്കറിയാം മണിപ്പൂർ കലാപത്തിലേക്ക് വഴിവെച്ചത് ഇങ്ങനെ ഒരു ഉത്തരവാണെന്ന്. എന്നിട്ടത് മതവർഗീയ സ്പർദ്ധയായിട്ട് ചിത്രീകരിച്ച് അങ്ങനെ ക്രിസ്ത്യാനികളെ വംശഹത്യ ചെയ്യാണ്. ക്രിസ്ത്യാനികളെല്ലാം ഇത് ഓർക്കണം. എന്തുകൊണ്ട് മോദിയുടെ വിരുന്നിന് പോയപ്പോൾ ഈ മണിപ്പൂർ കലാപത്തിനെ കുറിച്ച് ചോദിച്ചില്ല? നിങ്ങളുടെ ആൾക്കാരെയല്ലേ അവിടെ കൊന്നൊടുക്കുന്നത്? ഈ രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൊലിപ്പിച്ച് ഇത് വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും എല്ലാം ജനങ്ങളുടെ മനസ്സിൽ കുത്തിവെച്ച് അവർ തങ്ങളെ അടിക്കുന്ന കണ്ട് കൈകൊട്ടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഉള്ളിൽ ആഹ്ലാദിക്കുന്ന ഒരു പറ്റം നികൃഷ്ട ജീവികളാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ആ പ്രചാരണങ്ങളുടെ എല്ലാം മുനയൊടിച്ച് അതിനെയൊക്കെ തകർത്ത് കളയുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുള്ളത്. അത് നാം ശ്രദ്ധിക്കണം. അത് ആളുകളുടെ മുന്നിൽ കൊണ്ടുവന്ന് അവരുടെക്ക് ബോധവത്കരണം നടത്തണം. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ദുഷ്പ്രചാരണം നടത്തി ഇത്രയധികം ദോഷങ്ങൾ, ഇത്രയധികം പ്രശ്നങ്ങൾ നാട്ടിൽ സൃഷ്ടിച്ച ആ മാധ്യമക്കാരെയും അതുപോലെ തന്നെ സഭക്കാരെയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെയും മറ്റു കുൽസിത ബുദ്ധികളെയൊക്കെ നിരത്തി നിർത്തിയിട്ട് ഒരു നീട്ടിയെങ്കിലും ഒരു ആട്ട് കൊടുക്കണം, കേസെടുക്കണം വാസ്തവത്തിൽ അവർക്കെതിരായിട്ട്. ജനങ്ങൾ അത് സർക്കാർ ചെയ്യുന്നില്ലെങ്കിൽ ജനങ്ങൾ അവരെ എല്ലാം നിരത്തി നിർത്തിയിട്ട് ഒരു ആട്ട് കൊടുക്കണം. ഇതാണ് എനിക്ക് പറയാൻ. വേറെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ശരി, നന്ദി, നമസ്കാരം.